ശ്രീ നൌഷാദ് അലി, ഒന്നാം ഫേസിന് ശേഷമാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾ, ഡിവൈഡിംഗ് ആയിട്ടുള്ള വിഭജനപരമായ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ അതിൻ്റെ ക്യാമ്പയിൻ വർഗീയവൽക്കരിക്കപ്പെട്ടത്. ആദ്യത്തെ 3 ഫേസിൽ പോളിംഗ് കുറവായിരുന്നു, പക്ഷെ 4ാമത്തെ ഫേസിൽ പോളിംഗ് ഒരല്പം കൂടി. 5ാമത്തെ ഫേസിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ്. അവസാനത്തെ കണക്ക് വരാത്തത് കൊണ്ടാണ് കൂടിയോ കുറഞ്ഞോ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എന്ന് പറയാൻ പറ്റാത്തത്. പക്ഷെ 4ാമത്തെ ഫേസ് ആകുമ്പോഴേക്ക് പോളിംഗ് പിക്കപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, 4ാമത്തെ ഫേസ് ആകുമ്പോഴേക്ക് 1ാം ഫേസിൽ ഉണ്ടായിരുന്ന അങ്കലാപ്പ് BJPക്ക് മാറി എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം മുമ്പും വളരെ ഫലപ്രദമായി വിജയിപ്പിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അത് BJPക്ക് അനുകൂലമായി ഗുണഫലങ്ങൾ ഇലക്ടറലി ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷേ, ഞാൻ ഇവിടെ നിരവധിയായ വാദഗതികൾ ശ്രീ ഗോപാലകൃഷ്ണനും ശ്രീ ഗോപകുമാറും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു നിരീക്ഷണം നടത്തിക്കൊണ്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. കാരണം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഴിമതി ആരോപണങ്ങൾ ഇല്ല എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. കാരണം ഇവിടെ അഴിമതി ആരോപണങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനൊറ്റ കാര്യം ചോദിക്കുകയാണ്. ഈ രാജ്യത്തെ പഞ്ചരത്ന, മഹാരത്ന, നവരത്ന കമ്പനികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ SUVകളും ഇവരെ കുത്തകകൾക്ക് തീരെഴുതി കഴിഞ്ഞു. കര, കടൽ, ആകാശമൊക്കെ അവർക്ക് പങ്കുവെച്ച് കഴിഞ്ഞു. ബാങ്ക് 10-16 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതകൾ എഴുതിത്തള്ളി. ഇവർക്കൊക്കെ, ഈ കുത്തകകൾക്കൊക്കെ ബാങ്കിൽ നിന്ന് യഥേഷ്ടം ഇപ്പോഴും കടങ്ങൾ ലഭ്യമാണ്. ഇത്തരമൊരു അവസ്ഥയിലാണ് രാജ്യം എന്നുള്ളത്. ഇവിടെ അഴിമതി എവിടെയാണ് ഇല്ലാത്തത് എന്നൊരു ചോദ്യത്തിന് മാത്രമേ ഇപ്പോൾ പ്രസക്തിയുള്ളൂ. മുമ്പൊക്കെ അഴിമതി എവിടെയാണ് ഉള്ളത് എന്നൊരു ചോദ്യമായിരുന്നു മുഴച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് എല്ലായിടത്തും അഴിമതിയാണ്. മറ്റൊരു കാര്യം, പണ്ട് കാലത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടൊക്കെ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാരണം ഈ 2G സ്പെക്ട്രമൊക്കെ അങ്ങനെയാണല്ലോ വലിയ കാൽപ്പനിക ഭാവത്തിൽ ഊതിപ്പെരിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയത് ഈ CAG. അങ്ങനെ ഒരു CAG റിപ്പോർട്ട്, ഒരു തരത്തിലുള്ള റിവ്യൂ റിപ്പോർട്ടുകൾ ഒന്നും വരാത്ത ഒരു പുതിയ ഇന്ത്യയാണ് ഇപ്പോഴുള്ളത് എന്ന് സദയം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അങ്ങനെ അല്ലായിരുന്നല്ലോ അഭിലാഷ്. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഹരിദാസ് മുണ്ട്രയൊക്കെ ഡൽഹി ക്ലാരിഡ്ജ് ഹോട്ടലിൽ വെച്ചാണ് LIC സ്കാമിൻ്റെ കാലത്ത് ഫിറോസ് ഗാന്ധിയാണ് അത് ഉന്നയിച്ചത്. പാർലമെൻറ്റിൽ അറസ്റ്റ് ചെയ്ത് ചഗ്ല കമ്മിറ്റി, മുംബൈയിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചഗ്ലയുടെ കമ്മിറ്റി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയപ്പോൾ ഹരിദാസ് മുണ്ട്രയെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു അദാനിയായിരുന്നു അന്ന് ഹരിദാസ് മുണ്ട്രെ. അതുപോലെ തന്നെ TT കൃഷ്ണമാചാരി രാജിവെച്ചു, അന്നത്തെ ധനകാര്യമന്ത്രി. ഇന്ന് നിർമ്മല സീതാരാമൻ ഏതെങ്കിലും ഒരു BJP MP ഉന്നയിച്ചൊരു വിഷയത്തിൽ രാജിവെക്കുന്നൊരു ഇന്ത്യയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ അതാണ് ബാലാരിഷ്ടതകളുടെ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനാധിപത്യവും ഇന്ത്യ 10-75 കൊല്ലം പിന്നിട്ടപ്പോൾ ഉണ്ടായ ഏകാധിപത്യവും ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ആളുകളൊന്ന് വിലയിരുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ GDPയുടെ വർധനവിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. ഇവിടെ ഇന്ത്യ രാജ്യം 2017 തൊട്ട് ഈ GDP അളക്കാനൊക്കെ ലോകം മുഴുവൻ എല്ലാവരും അംഗീകരിച്ച് ഫോളോ ചെയ്യുന്ന ഫോർമുലകളൊക്കെ മാറ്റിപ്പണിത് കൃത്രിമമായ കുറുക്ക് വഴി ഫോർമുലകൾ ഉണ്ടാക്കിയിട്ടാണ് ഇന്ത്യയിലെ GDP ഒക്കെ ഇപ്പോൾ അളക്കുന്നത്. 1 കിലോ തൂക്കിയിരുന്ന പഴയ കാലത്ത് നമ്മൾ ആ 1 കിലോക്കുള്ള രൂപ കൊടുക്കുമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് 200 തൊട്ട് അങ്ങോട്ടാണ് തൂക്കുന്നത്. അപ്പോൾ 800 ഗ്രാം തന്നെ 1 കിലോ ആകുന്ന, 800 മീറ്റർ 1 കിലോമീറ്റർ ആകുന്ന പുതിയ ഇന്ത്യയാണ് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ പെരുപ്പിച്ച് കാണിക്കാൻ പറ്റും. അതൊക്കെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയ ചർച്ചയാണ്. ഇന്ത്യ നാണം കെട്ട അവരുടെയൊക്കെ മുമ്പിൽ മൂക്കത്ത് വിരൽ വെച്ച അവരുടെ മുമ്പിൽ ഇങ്ങനെ ചൂളി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ത്യക്കാർ രംഗങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ GDPയുടെ കണക്കും ഇന്ത്യയുടെ വികസിത നേട്ടത്തിൻ്റെ കണക്കും ഒന്നും പറഞ്ഞ് പെരുപ്പിച്ച് കാട്ടേണ്ട ആവശ്യമില്ല. പിന്നെ BJP 4ാമത്തെ ഫേസോട് കൂടി മെച്ചപ്പെട്ടു എന്നൊക്കെ BJPക്കാർക്ക് അവകാശപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ BJP പാടെ തകർന്ന് തരിപ്പണമാവും എന്നുള്ള വാദവും എനിക്കില്ല, കോൺഗ്രസ് പാർട്ടിക്കുമില്ല, ഇന്ത്യ മുന്നണിക്കുമില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ നിരത്തുന്ന കണക്കുകളൊക്കെ വളരെ യുക്തിസഹമാണ്. ഏറ്റവും ചുരുങ്ങിയത് കർണാടക എന്ന് നമുക്ക് തൊട്ടടുത്ത് അനുഭവഭേദ്യമായ അയൽപക്ക സംസ്ഥാനമാണ്. അവിടെ ഒരു സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് പാർട്ടി എത്ര സീറ്റിൽ വിജയിക്കുമെന്ന് അവിടുത്തെ BJPക്കാരോട് ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്ന് രഹസ്യമായി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ആ അക്കം എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രം. വലിയൊരു മുന്നേറ്റം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ടാകും. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കാൻ പാകത്തിലുള്ള
ഒരു നമ്പർ ഞങ്ങളുടെ മുന്നണിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ശുഭപ്രതീക്ഷ, അഭിലാഷ്. ഇവിടെ ഈ പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തന്നെ വാദഗതികളൊക്കെ വലിയ കോൺട്രഡിക്ടറിയാണ്. നിങ്ങൾ ഈ 4ാം ഫേസും 5ാം ഫേസും ഒക്കെ പറയുമ്പോൾ അതും കൂടി ഒന്ന് മുഖവിലക്കെടുക്കണം. കാരണം അദ്ദേഹം ഇവിടെ രാജസ്ഥാനിൽ പറയുന്നു മുസ്ലിങ്ങൾക്ക് എല്ലാം വിട്ടുകൊടുക്കുന്നു, എല്ലാം നൽകുന്നു, സംവരണമെടുത്ത് നൽകുന്നു, മംഗല്യസൂത്രം പൊട്ടിച്ച് നൽകുന്നു എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് 4ാം ഫേസിൽ അലിഗഡിൽ വന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് മുസ്ലിങ്ങളെ വഞ്ചിക്കുകയാണ് ഇന്നേ വരെ കോൺഗ്രസും SP-യും ചെയ്തിട്ടുള്ളത്. അവരുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ആവശ്യങ്ങളൊന്നും നിറവേറപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ന്യൂസ് 18 കൊടുക്കുന്ന അഭിമുഖത്തിൽ വേറെ ചിലത് പറയുന്നു. ഇങ്ങനെ ഇദ്ദേഹം ഒരു സ്ഥലജല വിഭ്രമത്തിൽ പരാജയ ഭീതിയുടെ നടുവിലാണ് എന്ന് കൃത്യമായി ഗണിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം തന്നെ നമുക്കായിട്ട് സൃഷ്ടിച്ചു നൽകിയിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് അതിൽ നിന്ന് വലിയ ദൃഷ്ടാന്തമുണ്ട്, അഭിലാഷ്.